നമസ്കാരം പ്രിയപ്പെട്ടവരെ, കുളങ്കര ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇന്ന് അവിടെ പൂര മഹോത്സവമാണ്. മൂക്കുതലയിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. സമയം രാവിലെ 9 മണി. മൂക്കുതലയിൽ നിന്ന് നടുവട്ടം എത്തിയപ്പോൾ അങ്ങാടി സജീവമായി കഴിഞ്ഞിരുന്നു. വഴിയോരത്തെ തട്ടുകടകളിലെ പലഹാരങ്ങളും നൈസ് ഡേ ഹോട്ടലിലെ തിരക്കുമെല്ലാം കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. നടുവട്ടം കഴിഞ്ഞ് ശുഗപുരത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞപ്പോഴാണ് പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന ആ കാഴ്ച കണ്ടത്. ലോറികളിലായി 2 ഗജവീരന്മാരെ പൂരസ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. കുളങ്കര ക്ഷേത്രത്തിലെ പൂരത്തിന് മാറ്റുകൂട്ടാൻ എത്തുന്ന ആനകളാണ് ഇവർ എന്ന് ഉറപ്പായി. ഈ സുന്ദരമായ പ്രഭാത കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ ശുഗപുരം ക്ഷേത്രത്തിലേക്ക് നീങ്ങുകയാണ്. വണ്ടി ഇറങ്ങിയ ശേഷം ഞങ്ങൾ ആദ്യം പോയത് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലേക്കായിരുന്നു. കുളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ എത്തുന്ന ഭൂരിഭാഗം ഭക്തരും തൊട്ടടുത്തുള്ള ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തിയതിന് ശേഷമാണ് കുളങ്കര ക്ഷേത്രത്തിലേക്ക് പോകാറുള്ളത്. ആ പതിവ് തെറ്റിക്കാതെ ഞങ്ങൾ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലേക്ക് നീങ്ങി. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു കാഴ്ച ഹൃദയസ്പർശിയായിരുന്നു. പ്രായത്തിൻ്റെ അവശതകൾ വകവയ്ക്കാതെ ഭക്തിയോടെ നടന്നു വരുന്ന 4 അമ്മൂമ്മമാർ. ഈ പ്രായത്തിലും അവർ കാണിക്കുന്ന ആ മനക്കരുത്തും ഭക്തിയും കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. ആ കൗതുകകരമായ രംഗം പകർത്തുമ്പോൾ മനസ്സ് നിറയുകയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് നടക്കുമ്പോൾ കണ്ട കാഴ്ചകൾ പുരാതനമായ പ്രഭാവം വിളിച്ചോതുന്നവയായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യമായി പച്ചപ്പും ശാന്തതയും നിറഞ്ഞ അമ്പലക്കുളം. കുളപ്പുരയോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ പഴയ രീതിയിലുള്ള മതിൽക്കെട്ടുകൾ ആ ക്ഷേത്രത്തിൻ്റെ പഴമയും പ്രൗഢിയും വ്യക്തമാക്കുന്നു. ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും കുളങ്കര ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഒഴുകുന്ന ഭക്തരുടെ തിരക്ക് പൂരത്തിൻ്റെ ആവേശം വർദ്ധിപ്പിക്കുന്നു. ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൻ്റെ ആ പുരാതനമായ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഭക്തിയും സന്തോഷവും നിറഞ്ഞ കാഴ്ചകളാണ് ഓരോ വശത്തും കാണാനുള്ളത്. ക്ഷേത്രത്തിൻ്റെ ഭംഗി അടുത്തറിയാനായി ഞാൻ പടവുകൾ ഇറങ്ങി താഴേക്ക് ചെന്നു. അവിടെ ദർശനത്തിനെത്തിയ കുറച്ച് പെൺകുട്ടികൾ വളരെ ആവേശത്തോടെ സെൽഫികൾ എടുക്കുന്നത് കണ്ടു. പുതിയ തലമുറ ഇത്തരം പുരാതന ക്ഷേത്രങ്ങളിലെ ഓരോ കോണും എത്രത്തോളം ആസ്വദിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ഇത്. കുളത്തിൻ്റെ ആഴങ്ങളിലേക്കും പടവുകളിലേക്കും നോക്കി സെൽഫി എടുക്കുന്ന ആ രസകരമായ രംഗങ്ങൾ ഞാൻ വീഡിയോയിൽ പകർത്തി. അവരുമായി കുറച്ചുനേരം സംസാരിക്കാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനും കഴിഞ്ഞത് ആ യാത്രയിലെ നല്ലൊരു നിമിഷമായിരുന്നു.
കുളപ്പടവുകളിലെ സെൽഫി കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ തിരികെ കയറി ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ കണ്ട ദൃശ്യങ്ങൾ വളരെ കൗതുകകരമായിരുന്നു. ഭക്തർ ചെറിയ പടികൾ ഇറങ്ങി താഴേക്ക് പോകുന്നത് കണ്ട് ഞങ്ങളും അവരെ അനുഗമിച്ചു. അവിടെ കണ്ടത് ഒരു ചെറിയ ക്ഷേത്രമാണ്. ഗുഹ പോലെയുള്ള ആ ഭാഗത്ത് ഒരു ശിവപ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു. ഭക്തി നിർഭരമായ ആ കൊച്ചു ക്ഷേത്രത്തിലെ ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ തിരികെ മുകളിലേക്ക് കയറുമ്പോഴാണ് ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു മരം. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് സർപ്പഗന്ധി ആണെന്ന് മനസ്സിലായി. നമ്മുടെ നാട്ടിലൊന്നും സാധാരണ കാണാത്ത തരം പൂക്കളാണിവ. ശിവലിംഗത്തിന് മുകളിൽ നാഗം പത്തി വിടർത്തി നിൽക്കുന്നത് പോലെയുള്ള ആ പൂവിൻ്റെ രൂപം ശരിക്കും അത്ഭുതകരമാണ്. ആ അപൂർവ പൂവിൻ്റെ കുറച്ച് മനോഹരമായ ഷോട്ടുകൾ ക്യാമറയിൽ പകർത്താൻ മറന്നില്ല. ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി ഒന്ന് കണ്ടു തീർക്കാമെന്ന് കരുതി ക്ഷേത്രത്തിൻ്റെ വിശാലമായ കോമ്പൗണ്ടിലൂടെ ഞങ്ങൾ ഒന്ന് ചുറ്റിക്കറങ്ങി. ഓരോ ചുവരിലും പഴമയുടെ ഗന്ധം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ നിർമ്മിതികൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. വെയിൽ തെളിഞ്ഞു വരുന്ന ഈ പകലിൽ ക്ഷേത്രമുറ്റം കൂടുതൽ സുന്ദരമായിരിക്കുന്നു. പൂരത്തിൻ്റെ തിരക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവിടുത്തെ ഈ ശാന്തത അനുഭവിച്ചറിയുന്നത് മനസ്സിന് വലിയൊരു ഉന്മേഷമാണ് നൽകുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തെ മരത്തണലുകളും അവിടെ ദർശനം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഭക്തരുമെല്ലാം പ്രശാന്തമായ ഒരു ചിത്രം ഒരുക്കുന്നു. ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ ഈ വൈവിധ്യമാർന്ന രംഗങ്ങൾ കണ്ടുകൊണ്ട് ഇനി നമുക്ക് കുളങ്കര ക്ഷേത്രത്തിലെ പൂരപ്പൊലിമയിലേക്ക് യാത്രയാവാം. ഞങ്ങൾ കുളങ്കര ഭഗവതി ക്ഷേത്രത്തിലേക്ക് നടന്നു തുടങ്ങി. ഏകദേശം 3 ഫർലോങ് ദൂരമേയുള്ളൂ എന്നതുകൊണ്ട് ആ ചെറിയ നടത്തം പൂരത്തിൻ്റെ അന്തരീക്ഷം ആസ്വദിക്കാൻ നല്ലൊരു അവസരമായിരുന്നു. ക്ഷേത്രത്തിന് അടുത്തേക്ക് എത്തുന്തോറും പൂരത്തിൻ്റെ അങ്ങരവം കൂടിക്കൂടി വന്നു. ക്ഷേത്ര പരിസരം ജനനിബിഡമാണ്. ഭഗവതിയെ ദർശിക്കാനായി കാത്തുനിൽക്കുന്ന ഭക്തരുടെ നീണ്ട നിര അമ്പലത്തിന് പുറത്തേക്ക് നീളുന്നു. തിരക്കാണെങ്കിലും എല്ലാവരിലും പൂരത്തിൻ്റെ ആവേശം പ്രകടമാണ്.
ക്ഷേത്രത്തിലെ സ്റ്റേജിൽ ഒരു യുവാവ് ഭക്തിഗാനം ആലപിക്കുന്നുണ്ട്. ആ സംഗീതം പൂരപ്പറമ്പിലെ തിരക്കിനിടയിലും മനസ്സിന് ഒരു ഭക്തിസാന്ദ്രമായ അനുഭവം നൽകുന്നു. അമ്പലത്തിന് അകത്തേക്ക് കടക്കാനുള്ള തിരക്കിനിടയിലും ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. വർണ്ണാഭമായ അലങ്കാരങ്ങളും പൂരത്തിനെത്തിയ ആളുകളുടെ സന്തോഷവും ഒത്തുചേരുമ്പോൾ കുളങ്കര പൂരം ശരിക്കും വർണ്ണാഭമാകുന്നു. കുളങ്കര ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ക്ഷേത്രത്തിന് തൊട്ട് മുൻപിൽ കാണുന്നത് മനസ്സിന് കുളിർമയേകുന്ന ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന വിശാലമായ പാടശേഖരമാണ്. ഈ പാടം മുഴുവൻ ക്ഷേത്രത്തിൻ്റെ വകയാണെന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പൂരത്തിൻ്റെ യഥാർത്ഥ ആവേശം കുടികൊള്ളുന്നത് ഈ പാടത്താണ്. പാടത്തിൻ്റെ നടുവിലൂടെ നീണ്ടുകിടക്കുന്ന വഴിയിലൂടെ ഞങ്ങൾ കുറേ ദൂരം മുന്നോട്ട് നടന്നു. വഴിയുടെ ഇരുവശങ്ങളിലും നൂറുകണക്കിന് സ്റ്റാളുകൾ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് കച്ചവടം സജീവമായിട്ടില്ല. ഉച്ചയാകുന്നതോടെ ഈ പാടം ജനസാഗരമായി മാറും. കച്ചവടക്കാർ സജീവമാകും. കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ മുതൽ വീട്ടു സാധനങ്ങൾ വരെ വിൽക്കുന്ന സ്റ്റാളുകൾ പൂരത്തിൻ്റെ ആ പഴയകാല ഓർമ്മകൾ ഉണർത്തുന്നു. ഈ വിശാലമായ പാടത്താണ് പൂരത്തിന് ആവേശം പകരുന്ന വെടിക്കെട്ട് നടക്കുന്നത്. ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ആ നിമിഷത്തിനായി പാടം ഒരുങ്ങിക്കഴിഞ്ഞു. വിശാലമായ ഈ പാടശേഖരത്തിലൂടെയുള്ള നടത്തം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. രാവിലെയുള്ള കുളങ്കര പൂരക്കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞു. ഉച്ചയാകുന്നതോടെ പാടശേഖരം ജനസമുദ്രമായി മാറും. കച്ചവടങ്ങൾ പൊടിപൊടിക്കും. പക്ഷേ ഞങ്ങൾ തിരക്കുകൾ അധികമാകുന്നതിന് മുൻപ് തന്നെ മടങ്ങാൻ തീരുമാനിച്ചു. പൂരത്തിൻ്റെ ഒരുക്കങ്ങളും അമ്പലത്തിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും ആ വിശാലമായ പാടവുമെല്ലാം ആസ്വദിച്ചാണ് ഞങ്ങൾ തിരികെ നടക്കുന്നത്.
പൂരപ്പറമ്പിലെ തിരക്കുകൾക്കിടയിലൂടെ ആ ലഹരി അറിഞ്ഞുകൊണ്ടുള്ള മടക്കയാത്ര. ഈ യാത്രയിൽ ഉത്സവത്തിൻ്റെ പ്രഭാത കാഴ്ചകൾ മാത്രമാണ് ഞാൻ പകർത്തിയത്. എങ്കിലും കണ്ട കാഴ്ചകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇനി കുളങ്കര ക്ഷേത്രത്തിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി മറ്റൊരു അവസരത്തിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ കൂട്ടുകാർക്ക് പങ്കുവയ്ക്കാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല. ബായ്.